ഈ ഒരു വണ്ടി മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ ഇല്ലയോ? 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും റോയൽ എൻഫീൽഡ് സ്വന്തമായി വാങ്ങണം എന്നുള്ളത്. റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത് ഇതിലെ മോഡലോ സൗണ്ടോ ഡിസൈനോ ഇതൊന്നുമല്ല. എന്നാലും കേരളത്തിൽ ഒരു പട തന്നെയുണ്ട് റോയൽ എൻഫീൽഡിന് വേണ്ടി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ റോയൽ എൻഫീൽഡ് എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. പക്ഷേ അതുള്ളവനെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത് വളരെ പ്രൗഢിയോടുകൂടിയായിരുന്നു. ആ ഒരു പ്രൗഢിക്ക് വേണ്ടിയാണ് ഇന്ന് പലരും ഇത് വാങ്ങി ഓടിക്കുന്നത്. അതുകൊണ്ട് ആളുകൾക്കിടയിൽ റോയൽ എൻഫീൽഡ് കംപ്ലീറ്റ്ലി ഫേമസ് ആയി. ആ കാരണം കൊണ്ട് റോയൽ എൻഫീൽഡ് ഒരു പുതിയൊരു ഇലക്ട്രിക് ബൈക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ വെയിറ്റ് കംപ്ലീറ്റ്ലി കുറച്ചുകൊണ്ട്, പക്ഷേ അതിന്റെ വേസ്റ്റ് പാർട്ട് എന്തെന്ന സൗണ്ട് ഉണ്ടാകില്ല. പക്ഷേ എന്തിനാണ് റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിന് ബൈക്ക് ഓടിക്കണം, പക്ഷേ ക്ലച്ച് പിടിക്കാനോ ഗിയർ മാറ്റാനോ അല്ലെങ്കിൽ സൗണ്ടിനോ ഇതിനൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷേ റോയൽ എൻഫീൽഡ് തന്നെ ഓടിക്കുകയും വേണം. അതുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് പുതിയ ഇലക്ട്രിക് ബൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യമൊക്കെ നോക്കുവാണെങ്കിൽ ക്ലാസിക് 350യുടെ വെയിറ്റ് എന്ന് പറയുന്നത് 195 kg സോളിഡായി തന്നെ ഉണ്ടാവും. ഈ ഒരു ഇലക്ട്രിക് ബൈക്കിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 110 kg മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി 50 ഡിസൈനേഴ്സിനെ 200 എഞ്ചിനീയേഴ്സിനെയും വെച്ചിട്ട് ഓൾറെഡി വണ്ടിയുടെ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ മാർക്കറ്റിലെ പേര് ഫ്ലൈയിങ് ഫ്ലീ എന്നാണ്. ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിൽ പറയൂ.